ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് വളരെയധികം വലഞ്ഞും കഷ്ടപ്പെട്ടുമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരിലേക്ക് വളരെയധികം അനുഗ്രഹ ഭാവത്തിൽ എത്തുകയാണ് ശനിയും ചന്ദ്രനും. 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹാപ്രതിഭാസം നടക്കുവാൻ പോകുന്നത്. അതായത് 2025 ഫെബ്രുവരി മാസം 26-ന്, അതായത് മഹാശിവരാത്രിയുടെ അന്നേ ദിവസമാണ് ഈ രണ്ട് ഗ്രഹങ്ങളും ഒന്നിക്കുന്നത്. ഈ ഗ്രഹങ്ങൾ ഒന്നായി വരുന്നത് ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭാഗ്യങ്ങളും ഗുണാനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പോവുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും പ്രപഞ്ചസത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയുവാൻ പോകുന്ന രാശിക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. കാരണം നിങ്ങളിലേക്ക് അനുഭവം വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ തീർത്തും വിശ്വസിച്ചുകൊണ്ട് തന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുക. കാരണം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതിന്റെ ഗുണഫലങ്ങൾ നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതും ഒരു ശരിയായ വസ്തുതയാണ്. ഇത് എൻ്റെ തന്നെ അനുഭവമാണ്. എന്തൊരു കാര്യമാണെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഒക്കെ നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ അത് ഒരു വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും. നിങ്ങൾ ഈ ഒരു പ്രവചനത്തെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും നിങ്ങൾ കമന്റ് സെക്ഷനിൽ മറക്കാതെ അറിയിക്കുക. അപ്പോൾ ഈ മഹാശിവരാത്രി ദിനത്തിലുള്ള ശനിയുടെയും ചന്ദ്രന്റെയും സംയോഗം ഏറ്റവും ഗുണകരമായി ജീവിതത്തിൽ വരുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ എന്ന് പറയുന്നത് മേടം രാശിക്കാരാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക ഉൾപ്പെടുന്ന മേടം രാശിക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല കാലമാണ് വന്നെത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുമാവാം, അതല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഭവനത്തിലെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് വളരെയധികം സങ്കടത്തിലാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് തുടരുകയാണ്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ഒരു മാറ്റം ഉണ്ടാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നടക്കുന്നില്ല. അതാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ. എന്നാൽ ഈ ഗ്രഹങ്ങളുടെ സംയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസികമായ സന്തോഷത്തിനോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശനിയുടെയും ചന്ദ്രന്റെയും സംയോഗം കൊണ്ട് നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാനുള്ള മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. അതായത് നിങ്ങൾ വളരെ കാലങ്ങളായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിയിരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അതിൻ്റെതായ തുടക്കം കുറിക്കുവാനും അതിൽ ഒരു വിജയം നിങ്ങൾക്ക് താരതമ്യേന വളരെ വേഗത്തിൽ തന്നെ കാണുവാനുമുള്ള ഒരു ഭാഗ്യവും ഈ ഗ്രഹസംയോഗം നിങ്ങളെ തുണയ്ക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമതായിട്ട് ഈ മഹാശിവരാത്രി ദിനത്തിലുള്ള ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയുവാൻ പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ്. അതായത് മകയിരം, തിരുവാതിര, പുണർദം ഉൾപ്പെടുന്ന മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഘോഷം തുടങ്ങുന്ന ദിനങ്ങളാണ് വരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കുവാൻ പോവുകയാണ്. അത് ചിലപ്പോൾ മംഗളകരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ ആവാം നിങ്ങളുടെ ഭവനത്തിൽ ആ സന്തോഷം വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നതാവാം നിങ്ങളിലേക്ക് സന്തോഷം പകരുന്നത്. എങ്ങനെയൊക്കെ ആയിരുന്നാലും നിങ്ങളുടെ ഭവനത്തിൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്ന് നീങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ ഭവനത്തിൽ തീർച്ചയായും നടക്കുവാൻ പോവുകയാണ്. അതായത് എല്ലാ സാഹചര്യങ്ങളെയും ഒരു പോസിറ്റീവ് എനർജിയോടെ ആയിരിക്കും നിങ്ങൾ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവും അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ ഉയർച്ചയും മിഥുനം രാശിക്കാരായിട്ടുള്ള മകയിരം, തിരുവാതിര, പുണർദം വരുന്ന ആളുകളിലേക്ക് വന്നു ചേരുകയാണ്.
അതുപോലെ തന്നെ മിഥുനം രാശിക്കാരില് ഒരുപാട് ആളുകള് ഒരു സ്വന്തമായി ഒരു ജോലി, അതിന് വലിയ ശമ്പളമുള്ളതാണെങ്കിലും ചെറിയ ശമ്പളമുള്ളതാണെങ്കിലും ഒരു ജോലിയിൽ കയറിയാ മതി എന്ന് ആഗ്രഹിച്ച് വളരെ നാളുകളായി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില ഫലങ്ങളായിരിക്കും ഈ ഗ്രഹസംയോഗം കൊണ്ട് നിങ്ങളിലേക്ക് വന്നെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ ഒരു തുടക്കമാണ് ഈ ഒരു മഹാഗ്രഹ സംയോഗം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് മഹാശിവരാത്രി ദിനത്തിൽ ഉണ്ടാകുന്ന ശനിയുടെയും ചന്ദ്രന്റെയും ഈ ഒന്നിക്കൽ കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഏറ്റവും അധികം സന്തോഷവും അതുപോലെ തന്നെ നിങ്ങളൊരു സമാധാന ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുകയാണ് ഈ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാര്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ജീവിതത്തിൽ വേണ്ടത് മനസ്സമാധാനവും സന്തോഷവുമാണ്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട്, അതായത് ഈ ഗ്രഹങ്ങൾ ഒന്നിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അതുപോലെ ഈ സമയങ്ങളിൽ നിങ്ങൾ ഈശ്വരനോട് ഏറ്റവും അടുത്ത് ഈശ്വര പ്രീതി നേടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നത് കൂടുതൽ ഇരട്ടി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ചിങ്ങം രാശിക്കാരുടെ ഭവനത്തെ പറ്റി എടുത്തു പറയുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അതായത് ചില വസ്തു തർക്കങ്ങളും അതുപോലെ ഭവനത്തിൽ ചില സ്വത്ത് പരമായ ചില തർക്കങ്ങളും അതിനെ ചൊല്ലി ചില വാക്കുവാദങ്ങളും ഒക്കെ നിങ്ങളുടെ ഭവനത്തിൽ ഇത്രയും നാളുകളിൽ നിലനിന്നിട്ടുണ്ട്. ഇതുവരെ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഭവനത്തിലുള്ളവരുമായി ചെറിയ പിണക്കങ്ങളും അതുപോലെ തന്നെ ചില തർക്കങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതും നിങ്ങളുടെ മാനസികാവസ്ഥയെ തെറ്റിക്കുന്നുണ്ടെന്നുള്ളതായിരുന്നു വാസ്തവം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രഹങ്ങൾ ഒന്നിക്കുന്നത് കൊണ്ട് നിങ്ങൾ നേരിട്ട് വരുന്ന ഈ വസ്തുപരമായ, അതായത് വസ്തുക്കളുടെ പേരിൽ, അതായത് വസ്തുവകകളുടെ പേരിൽ, കുടുംബസ്വത്തിന്റെ പേരിലൊക്കെയുള്ള തർക്കങ്ങൾ ഈ ഒരു കാലയളവിൽ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയാണ്. അത് ഏറ്റവും നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരുന്ന, നിങ്ങൾ ഈ പറയുന്ന രാശിക്കാരാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ തന്നെയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഏറ്റവും നല്ല രീതിയിലായിരിക്കും ഈ ഒരു കാലയളവിൽ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി വരുന്ന തരത്തിൽ ഒരു സ്ഥാനക്കയറ്റവും, അതുപോലെ അത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എത്രയൊക്കെ പേപ്പർ ഭാഗങ്ങൾ ശരിയാക്കിയാലും എവിടെയെങ്കിലും ഒരു തടസ്സം വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം കാരണം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ഒരു കാലയളവ്, ഈ ഗ്രഹങ്ങളുടെ ഒന്നിക്കൽ നിങ്ങളെ സർവസമ്പന്നതയിലേക്കും സൗഭാഗ്യങ്ങളിലേക്കുമാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മഹാശിവരാത്രി ദിനത്തോടൊപ്പമാണ് ഈ ഒരു ഭാഗ്യദശ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാരെയും തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവപ്രീതി നേടുന്ന തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു കാലയളവിൽ ചെയ്യുക. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ തെറ്റിക്കാതെ മുടങ്ങാതെ ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഈ കാര്യങ്ങൾ കൂടെ, അതായത് ഈശ്വരപ്രീതി ലഭിക്കുന്ന കാര്യങ്ങളും കൂടെ ഇതേ സമയത്ത് നിങ്ങൾ മുടക്കാതെ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ ഗുണകരമായിട്ടുള്ള ഭാവവും അതോടൊപ്പം തന്നെ ഈശ്വരാധീനവും കൂടി ചേരുമ്പോൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല, അത്രയധികം അനുഗ്രഹങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അതായത് ഈശ്വരാനുഗ്രഹങ്ങൾ, ഈശ്വരാധീനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത്. അതുകൂടാതെ നിത്യപൂജയിലും മഹാശിവരാത്രി ദിനത്തിലെ പ്രത്യേക പൂജയിലുമൊക്കെ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തണമെന്നുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ പേരും നാളും ഒന്ന് എഴുതിയിട്ടേക്കുക. അടുത്ത ഒരു വീഡിയോയുമായി നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.